വെനീസ് കാർണിവലിന്റെ മുഖ്യാകർഷണമാണ് മാലാഖയുടെ പറക്കൽ. സെന്റ് മാർക്ക് ബസിലിക്കയിലെ ബെൽ ടവറിൽ നിന്നും മാലാഖ പറന്നിറങ്ങി വരും. ഈ കാഴ്ച കാണാൻ വിദേശികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ബസിലിക്ക സ്ക്വയറിൽ ഒത്തുകൂടിയത്. സെയിന്റ് മാർക്ക് ബസിലിക്കയ്ക്ക് മുകളിൽ നിന്നുള്ള മാലാഖയുടെ പറക്കൽ വെനീസ് കാർണിവലിന്റെ മുഖ്യ ആകർഷണമാണ്. ഉയരത്തിലുള്ള ബസിലിക്ക ടവറിന് മുകളിൽ നിന്നുള്ള ഈ പറക്കൽ കാണാൻ ബസിലിക്ക സ്ക്വയറിൽ തടിച്ചുകൂടിയത് ആയിരങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ടൂറിസ്റ്റുകളും 17 ദിവസം നീണ്ട വെനീസ് കാർണിവലിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചരിത്രത്തെ വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളിലാണ് എത്തുന്നത്. രാജാവിന്റെയും രാജ്ഞിയുടെയും ഒക്കെ മുഖംമൂടികൾ ധരിച്ചവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കാർണിവലുകളിൽ ഒന്നാണ് വെനീസ് കാർണിവൽ. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് വെനീസ് കാർണിവലിന്. മുഖംമൂടി ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈസ്റ്ററിന് തൊട്ടുമുൻപുള്ള നോമ്പു സമയത്ത് വെനീസുകാർ മുഖംമൂടി ധരിക്കുമായിരുന്നത്രേ. ജാതി അസമത്വങ്ങളും ധനിക ദരിദ്ര വ്യത്യാസമോ അറിയാത്ത 40 ദിവസങ്ങൾ. ആ കാലത്തിന്റെ അനുസ്മരണാർത്ഥമാണ് വെനീസുകാർ കാർണിവലിൽ മുഖംമൂടി ധരിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. ഇതുപോലെ നിരവധി ഐതിഹ്യങ്ങളുണ്ട് മുഖംമൂടിയുമായി ബന്ധപ്പെട്ട്. ഉച്ചയായപ്പോഴേക്കും സെന്റ് മാർക്ക് സ്ക്വയർ ജനനിബിഡമായി. വർണ്ണാഭവും സുന്ദരവുമായ ആഘോഷമെന്നാണ് സന്ദർശകയായ വലേരിയുടെ അഭിപ്രായം. Most people are with mask, which is very nice also. Everybody is participating. That's very nice. നീല നിറത്തിൽ പൂക്കളാൽ അലങ്കരിച്ച ഗൗണിട്ട സുന്ദരിയായ മാലാഖ റോപ്പിലൂടെ സെന്റ് മാർക്ക് സ്ക്വയറിലെ ജനങ്ങളുടെ മുകളിലൂടെ നീങ്ങി. അവളുടെ പറക്കലിന് അകമ്പടിയായി മധുരമായ സംഗീതവും. തനിക്ക് താഴെയുള്ള ജനങ്ങൾക്ക് നേരെ കൈകൾ വീശുകയും മന്ദഹസിക്കുകയും ചെയ്തു. ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഓരോരുത്തരും ഈ പറക്കലിന് സാക്ഷ്യം വഹിച്ചത്. അവസാനം മാലാഖ ഭൂമിയിലെത്തി. അപ്പോഴും അവളിൽ നിന്ന് പുഞ്ചിരി മറഞ്ഞിരുന്നില്ല.